അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇൻകൂട്ടം പോയി, സ്കൂളിൽ പോയി. അപ്പം അങ്ങനത്തെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. 3-7 ആവുമ്പോഴേക്ക് പോകണമല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അത് ഇന്നിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ശനിയും ഞായറും പറ്റിയിട്ടില്ല. അപ്പം ഫാനും ഒക്കെ മാറാനും വെച്ച് കിടക്കുകയാണ്. അപ്പോൾ മാറാനൊക്കെ ഒന്ന് തട്ടട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വാഷിംഗ് മെഷീൻ ഒന്ന് കഴുകണം, ബാത്റൂം കഴുകിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുളിക്കാതെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വേണം ചോറ് കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. ഒരകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, മാറാലിയൊക്കെ തട്ടി ജനലും ഇതൊക്കെ വൃത്തിയാക്കി ഇനി അടിച്ചു വരട്ടെ. ഇതിപ്പോൾ ഒരകമാണ് കേട്ടോ, ഇങ്ങനെ എല്ലാ അകത്തതും ചെയ്യണം. അപ്പോൾ അതിങ്ങനെയാണ് അല്ലേ, നമ്മുടെ സ്ത്രീകളെ ജോലികൾ എപ്പോഴും ഇങ്ങനെയാണ്. അതിങ്ങനെ എണ്ണൽ സംഖ്യ പോലെയാണ് അല്ലേ, അനന്തമായിരിക്കും അല്ലേ. ഒന്നും നമ്മൾ വിചാരിക്കാം ഇന്നെല്ലാം കഴിഞ്ഞ് നാളെ ചെയ്യണ്ട, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1-2-3 ദിവസം വരെ നമ്മുടെ അച്ഛ 8 വരെയൊന്നും ഉണ്ടാവില്ല, ഒരാഴ്ച വരെ. അത് കഴിഞ്ഞാൽ വീണ്ടും 8 വരെ വരും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെയാണ്, എണ്ണൽ സംഖ്യ പോലെ അനന്തമാണ് സ്ത്രീകളെ ജോലികൾ. പറയുമ്പോഴോ എന്താ പണി വീട്ടിൽ അല്ലേ, സ്ത്രീകൾക്ക് എന്താ പണി, ജോലിക്കൊന്നും പോണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി തോന്നും. പക്ഷെ ഇതൊന്നും ആരും കാണുന്നില്ല അല്ലേ. നമ്മളെ വീട് വൃത്തിയായിരുന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്ത് സന്തോഷം ഉണ്ടാവുക? ഒരു വീട്ടിൽ കയറി വരുമ്പോൾ ഒക്കെ വലിച്ചു വാരിയിട്ട് ഒക്കെ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം ഞാനിനി ഈ അക അടിച്ചു വരട്ടെ കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും പിന്നെ ഞങ്ങൾ മാറാല പറയും, 8 വില തട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി തുടക്കട്ടെ കേട്ടോ, തുടച്ചിട്ട് വരാം. എന്തായാലും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്, ഞാനും അത് ചെയ്യുന്നു, കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൽ എക്സ്ട്രാ അധികമായിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ വീട്ടിലെയും ജോലികളെന്ന് മാത്രം അല്ലേ. അപ്പോൾ ഞാൻ തുടച്ചെടുക്കട്ടെ. അങ്ങനെ അടിച്ചുവാറല് തുടക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ അടുക്കളയിൽ എന്നെ നോക്കി ചിരിച്ചോണ്ട് പാത്രങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ എന്നെ കഴുകാത്തതെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ പാത്രങ്ങളോടെ കഴുകി വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. പാത്രം കഴുകി വെച്ചിട്ട് അരി അടുപ്പത്തിടും, എന്നിട്ട് കുളിക്കാൻ പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ പാത്രങ്ങൾ കഴുകട്ടെ, അല്ലെങ്കിൽ ഇവര് കരയാൻ തുടങ്ങും. അപ്പൊ അത് നടന്നോട്ടെ അല്ലേ, ഞാൻ വേഗം പാത്രം കഴുകട്ടെ.
പാത്രം അത്രേ ഉള്ളൂ. രാവിലത്തെ ഭക്ഷണം വെച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഉച്ചത്തേക്കുള്ളതൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇനി വെക്കാൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ അതുവരെയുള്ള പാത്രങ്ങളാണ് കേട്ടോ. രാവിലെ ഒരു തിരക്കനെയാ. മീൻകുട്ടൻ പോകുന്നവരെ അവൻ പുറപ്പെട്ട് അവൻ വണ്ടി കിട്ടും, അങ്ങനത്തെ ഒരു ടെൻഷനാണ്. അപ്പൊ ആ ഒരു ടെൻഷൻ ആകുമ്പോ ഒരു കാര്യം നടക്കില്ല. അവൻ പോകുന്നവരെ അവന്റെ കൂടെ നിൽക്കും ഞാൻ. അപ്പൊ അതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ കുറച്ചേരം അവിടെ ഇരിക്കും കേട്ടോ. ആ ഒരു വെപ്പാളം കഴിഞ്ഞിട്ട് ഒരു 5 ഇന്ന് ഇരുന്നിട്ടേ ഇല്ല, ഇന്ന് തീരെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് കുളിക്കാനും ഒക്കെ വൈകി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഒക്കെ ഒരു ഡീപ്പ് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെല്ലാം ഒരു ചെയ്യണം. എന്നാലും അടുക്കളയൊന്നും ചെയ്തിട്ടില്ല. ഇനി അടുക്കളയൊക്കെ ഒരു ദിവസം അതിനകത്ത് മാറ്റി വെക്കണം. അവിടെ അകവും പോലെയൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കഥ. ചോറ് വെക്കണം. ഞാൻ ഇനിയിപ്പോ ചോറ് മാത്രമേ ഞാൻ അടുപ്പിൽ വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഗ്യാസിൽ വെക്കണം. കാരണം 12 മണിക്ക് എനിക്ക് ലൈവ് വരണം. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് പണി തീരണ്ടേ. അലക്കാനുള്ളതൊക്കെ ഇന്നലെ ഒക്കെ വൈകുന്നേരം എല്ലാം അലക്കി മേലെ ആടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇട്ട ഈ കുറച്ച് ഇന്നലെ രാത്രി ഇട്ട കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അതിനി എല്ലാം കൂടെ വൈകുന്നേരമാണ് അലക്കിയില്ല. അപ്പൊ അലക്കാൻ വേണ്ടിയിട്ട് സമയം കളയുന്നില്ല. ഇനി ഞങ്ങള് പുറത്തുള്ള കുളിക്കുന്ന ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് അങ്ങനെ കുളിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 9:45 ആയിട്ടേ ഉള്ളൂ. വലിയ സമയമൊന്നും ആയിട്ടില്ല. ഇനി ചോറും കൂട്ടാനും ആയി ലൈവ് വരണം. അപ്പൊ അത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ബാക്കിയുടെ പാത്രം കഴുകട്ടെ കേട്ടോ. അപ്പൊ കണ്ടല്ലോ, എല്ലാം ക്ലീൻ ആക്കിട്ടോ. എല്ലാ അകവും ക്ലീനായി. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അരി കഴുകിയിടണം. കണ്ടില്ല, എല്ലാ അകവും നല്ല ക്ലീനാക്കി വെച്ചു. അടുക്കളയും ക്ലീനാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് കയറണം. അതിന് മുമ്പ് അരി കഴുകി അടുപ്പത്തേക്ക് കേട്ടോ. അരി കഴുകട്ടെ കേട്ടോ. ഈ ഈച്ചകളുടെ ശല്യം ഭയങ്കരമാണ്. നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ ഈച്ച ശല്യം? അയ്യോ, എന്തൊരു ഈച്ചയാണെന്നറിയോ. ഒരു നിവൃത്തിയില്ല ഈച്ചനെ കൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഈച്ചപ്പശ എന്ന് പറഞ്ഞ സാധനം വാങ്ങിയിട്ട് വെച്ചതാ. അത് അകത്ത് വെച്ചിട്ടില്ല, വല്ല വിഷമാണോന്ന് അറിയാതെ. പുറത്തൊക്കെ എന്തൊരു ഈച്ചയാണെന്നറിയോ. അടുക്കളയിലൊക്കെ ഇങ്ങനെ ഈച്ച വരുമ്പോൾ ഒരു വൃത്തികേടാണ്. നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചാലും ഞാൻ എന്നിട്ട് കർപ്പൂരൊക്കെ ഇട്ടിട്ട് തുടക്കുകയാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്, കർപ്പൂരം ഇട്ട് തുടച്ചാൽ ഈച്ച ശല്യം പോകുന്നു. പക്ഷെ എവിടെ ഈച്ച വഴിക്ക് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഈച്ചകളെ കൊണ്ട്. ഇപ്പൊ തോന്നുന്നു ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈച്ച അധികം വരുന്നത്. എന്താണാവോ ഈച്ചകളെ കൊണ്ടുള്ള ശല്യം. ഈച്ചപ്പശ വാങ്ങിയിട്ട് പുറത്തുള്ള ഈച്ചകളൊക്കെ അതിൽ കുടുങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനത്തെ 10 രൂപയോ ഒന്നിന് അങ്ങനത്തെ 4 എണ്ണം മറ്റേ വാങ്ങിയിട്ടുണ്ട്. അത് വെക്കുമ്പോ അതെല്ലാം പോവും. പിന്നെ പിറ്റേന്നും അത്രയ്ക്ക് ഈച്ച ഉണ്ടാവും. അങ്ങനെയാണ്. എന്തൊരു കഷ്ടമായ ഈച്ച കൊണ്ട്. ഇനിയിപ്പോ ഒച്ച് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വരാനായി. തണുപ്പ് തുടങ്ങുമ്പോഴാണോ ഈ ഒച്ച് ഒക്കെ വരും. ഇപ്പൊ ഈച്ചകളാ. പക്ഷെ ആരെങ്കിലും വിചാരിക്ക് തീരെ വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ ഈച്ച ഇങ്ങനെ ആക്കൊക്കെ വരുന്നത്. എന്ത് ചെയ്യാനാ, ഒരു നിവൃത്തിയില്ല. ഈച്ച ഒന്നും നമുക്കൊന്ന് തുറന്നു വെക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്ക് ഈച്ച വന്നിരിക്കുക. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അരി അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അരി അടുപ്പത്തേക്ക് വെക്കട്ടെ എന്നല്ല, അരി കഴുകിയിടട്ടെ. ഞാൻ പറയുമ്പോ ഒക്കെ കുറെ വാക്കുകളൊക്കെ തെറ്റിപ്പോകും കേട്ടോ. അത് ചെറിയൊരു വെപ്രാളം ഉണ്ടാവും. നമ്മൾ വീഡിയോ എടുക്കുമ്പോ ചെറിയ വെപ്രാളങ്ങളൊക്കെ വരും. അപ്പോഴാണ് ഈ ഓരോ വാക്കുകളൊക്കെ ചിലപ്പോ നാവ് തെറ്റി പഴിച്ച് എന്തൊക്കെയോ ആയി പോകുന്നുണ്ട് പറയുന്നതൊക്കെ. അത് നമ്മൾ ശരിയായിട്ട് പറയാൻ പറ്റുന്നില്ല ചിലപ്പോ. എന്നാലും മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശരിയായിട്ട് പറയാനൊക്കെ. നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പൊ ഇവിടെ കിടന്ന് അങ്ങനെ തിളച്ചാവട്ടെ. ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി? 10 മണിയായി. ഇതിപ്പോ ഇന്നലെ വാങ്ങിയ അരി. അതിന്റെ വേവോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നോക്കട്ടെ, എന്തായാലും ഇത് തിളച്ച് റെഡി ആവട്ടെ. തീയൊക്കെ കത്തുന്നുണ്ട്. നല്ല വിറകാണ് ഇപ്പൊ. അന്ന് ഞങ്ങള് കുറെ വിറക് ഇങ്ങനെ കീറിച്ചിട്ടുണ്ടായിരുന്നേ. പഴയ മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വിറകാക്കി. അതുകൊണ്ട് തന്നെ നല്ലോണം കത്തുന്ന വിറകുകളായല്ലോ. കണ്ടില്ലേ, നല്ലോണം കത്തും വിറക്. ഇനിയിപ്പൊ ഗ്യാസ് ഇപ്പൊ ഇല്ലെങ്കിലും നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം എല്ലാം അടുപ്പിലാക്കാന്നുള്ള ഒരു ഇതിലായി. ഈ വിറകില്ലെങ്കിലാണ് എന്താ ചെയ്യാ, ഗ്യാസ് തീർന്നാലെന്ന്. പക്ഷെ ഇപ്പൊ ആ ഒരു ടെൻഷൻ അങ്ങോട്ട് ഒഴിവായി. കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഞാൻ പിന്നെ കഷ്ണമൊക്കെ നുറുക്കി തരുമൊക്കെ മോഹനേട്ടന്റെ പരിപാടിയാണ്. അപ്പൊ കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കായയും പിന്നെ എന്താ പറയാ കോവയ്ക്കും കൂടെ ഒരു മെഴുക്കുപുരട്ടിയും പിന്നെ വെള്ളരിക്ക മോരുകറിയാണ്. വെള്ളരിക്ക മോരൊഴിച്ച് വെക്കുന്ന കൂട്ടാനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ രണ്ടും ഞാൻ അടുപ്പത്തേക്ക് വെക്കട്ടെ. സമയം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നു. കുറച്ച് വൈകിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറച്ച് വൈകിപ്പോയി.
അപ്പം ഞാൻ രണ്ടിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, രണ്ട് ഉപ്പേരിക്കും ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇടട്ടെ. എന്നിട്ട് നമുക്ക് തീ കത്തിക്കാം. നമ്മൾ കഴിഞ്ഞിട്ട് അരക്കണം. ഞങ്ങൾക്കാണെങ്കിൽ കറണ്ട് ഡ്യൂഫ്യൂസ് ആണ്, വോൾട്ടേജ് വളരെ കുറവാണ്, ഇടയ്ക്ക് വരിക പോവുക, ഇങ്ങനെയാണ് കറണ്ട് കളിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. എന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറ്റിയറിയില്ല. മഴയൊന്നുമില്ല, കാലാവസ്ഥയൊക്കെ നല്ല തന്നെയാണ്, വെയിൽ തന്നെയാണ്, വലിയ മഴയൊന്നും പെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കറണ്ട് ഇങ്ങനെ കളിക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ഇതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഞാൻ കൂട്ടാൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പച്ചമുളകും ജീരകവും ഒക്കെ തേങ്ങയുടെ കൂടെ അരച്ച് മോരും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ മോരൊഴിച്ച കൂട്ടാൻ വെക്കാറ്. ഉപ്പേരിക്ക് പിന്നെ മെഴുക്ക് വരട്ടി ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവൊക്കെയാണേ. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ അല്ലേ. ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നല്ലോണം വെന്തു കേട്ടോ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. പക്ഷെ ഇത് നല്ല എന്താ പറയുക, ഞങ്ങൾ പറയും പൊലിമുള്ള അരിയാണെന്ന് കേട്ടോ. സാധാരണ ഇടുന്ന അരി തന്നെ ഇട്ടുള്ളൂ, പക്ഷെ നല്ല പൊലിമ ഉണ്ട്. എത്രയാളുള്ളത് ഇതൊന്ന് ബാക്കിയാവും ചോറ്, അത്ര അരി അങ്ങനെ പൊന്തി പൊന്തി വരിക കേട്ടോ. ചോറ് നല്ല ചോറാണ്. ഞാൻ കുളിച്ച് വരുന്ന സമയം കൊണ്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ വാർത്ത് വെക്കട്ടെ. ഇപ്പം നമ്മുടെ ചുക്കുള്ള ഏകദേശം തളച്ചിട്ടുണ്ട്, അത് ഇങ്ങോട്ട് വെക്കാം. മഴക്കാലം വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഡെയിലി ഞങ്ങള് ഇത്ര തന്നെ വെള്ളം വെക്കാറുണ്ട് കേട്ടോ. ഞാനിന്ന് അരി വാർക്കട്ടെ കേട്ടോ, അരി വാർക്കട്ടെ. അവിടെ ഉപ്പേരി ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് വെളിച്ചെണ്ണ വെച്ചിട്ട് എടുക്കാം. പക്ഷെ കുറച്ചൊന്ന് കുഴഞ്ഞു പോയി തോന്നുന്നു ഉപ്പേരി. എന്താണാവോ, വെള്ളം കുറച്ച് അധികമായോ സംശയമുണ്ട്. കുക്കറിന് ഞാനേ ഈ ചട്ടിയിലേക്ക് ആക്കട്ടെ കേട്ടോ. കറി നല്ല ടേസ്റ്റ് അല്ലേ ചട്ടിയിൽ വെച്ചാൽ. അപ്പൊ കുക്കറിലുള്ള ആ കഷ്ണമൊക്കെ വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയി. ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ, ഈ കഷ്ണത്തിനെ കുക്കറിന്ന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. അത് ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് തേങ്ങയും ഒക്കെ കൂടെ അരച്ചത് ചേർക്കാം കേട്ടോ. പെരിയുടെ വെള്ളമൊക്കെ വലിഞ്ഞു വന്നു കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ ചേർക്കാം. മെഴുക്ക് വരട്ടി ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണം, എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. ഞാൻ ഇന്ന് കയ്പക്ക കൊണ്ട് ഉപ്പേരി വെക്കണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പം ഈ കോവയ്ക്ക് കുറച്ച് മൂത്ത പോലെ ഉണ്ട്, അത് പോയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഉപ്പേരി വെച്ചത്. ഈ കയ്പക്ക നാളെ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് മൊരിച്ച് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പൊ മീൻകുട്ടിന് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയാല്. അപ്പൊ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ. ഇതവിടെ അരച്ചു വെക്കാം, അതവിടെ കിടന്നാകട്ടെ. കൂട്ടാൻ ഇവിടുന്ന് തിളച്ചു കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ, ഇതിലേക്ക് അരച്ച് ചേർക്കട്ടെ കേട്ടോ. കുറച്ചേ കറികളൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് വെച്ചോണ്ട് കാര്യമില്ല, രാത്രി ആരും കഴിക്കുന്നില്ല. പിന്നെ രാത്രി ചോറും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഉച്ചത്തേക്ക് മാത്രമല്ലേ വേണ്ടൂ, അതുകൊണ്ടാണ് ഈ കുറച്ചാണ് വെക്കുക കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ആക്കാം, എന്നാല് നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. കഷ്ണമൊക്കെ നുറുക്കി എല്ലാം മുറിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കറികളൊക്കെ വേഗമാവും അല്ലേ, വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് കരുവേപ്പില ഇടാം. ഇനി ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ കേട്ടോ. പുളി ഉണ്ടോ, മോരിന് വലിയ പുളി കാണുന്നില്ല, നോക്കട്ടെ. ഇനി ഇതിനൊരു വറവും കൂടെ മതി. പാകത്തിന് പുളി ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഉപ്പ് മാത്രം അല്പം ചേർക്കാൻ തോന്നുന്നു. ഉപ്പ് കുറച്ചുകൂടെ വേണം. കൈ കഴുകട്ടെ. മോര് ഒഴിച്ചിട്ട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഇത് തള വരുന്നുണ്ട് ചെറുതായിട്ട്. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, വറവും കൂടെ ഇട്ടാൽ കൂട്ടാനും അവിടെ റെഡി. അധികം തിളയ്ക്കേണ്ടല്ലോ. അപ്പം ഇതിനോട്ട് വെക്കട്ടെ. ഉപ്പേരിയായി, കൂട്ടാനായി. പപ്പടം പിന്നെ ഇന്നലെ കാച്ചിയതുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പപ്പടം കാച്ചേണ്ട ആവശ്യമില്ല. പിന്നെ പപ്പടം അത്ര നിർബന്ധമൊന്നുമില്ല. വിൻകുട്ടനാണ് പപ്പടത്തിൻ്റെ ആള്. അപ്പോൾ വിൻകുട്ടൻ രാവിലെ പുട്ടിന് കുറച്ച് പപ്പടമൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനൊരു വറവിടട്ടെ കേട്ടോ. വറവിട്ടിട്ട് കാണിക്കാം.
വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഉലുവയും കടുകും ഒരു വറ്റൽമുളകും ഇത്രയേ ഇട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഇവിടെ നിന്ന് വറക്കട്ടെ. വീഡിയോ എടുക്കുന്നോണ്ടാട്ടോ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ കടുകും ഇതൊക്കെ അതിൻ്റെ ഞാൻ നേരിട്ട് കുപ്പിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് തന്നെ വേഗം ഇടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ കടുകും ഉലുവയൊക്കെ എടുത്ത് കൊണ്ടുവന്നത്. അപ്പം പിന്നെന്താ, എങ്ങനെ നമ്മളെ കൂട്ടാനും ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇപ്പം വെച്ച ആ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചാൽ എൻ്റെ പണിയൊക്കെ ഒതുങ്ങി. ഇത്രയേ ഉള്ളൂ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഉലുവേൻ്റെ ഒക്കെ എല്ലാ സ്മെല്ലില്ലേ, നല്ല സ്മെല്ലല്ലേ, അത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ. നല്ല മോരൊഴിച്ച് വെള്ളരിക്ക മോരുകറി, പിന്നെ കായ കോവക്ക മെഴുക്ക് വരട്ടി. നല്ല ചൂടുണ്ട്, കൈ പൊള്ളി. അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. ഇതൊക്കെ അടച്ച് വെക്കട്ടെ. ചുക്കുവെള്ളം ഉണ്ട് തിളയ്ക്കുന്ന. ചുക്കുവെള്ളം തിളയ്ക്കാനായിട്ട് ഇനി ഇതിൽ കുറച്ച് ചുക്കുവെള്ളം വരുന്നുണ്ട് കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതും കൂടെ അയ്യോ, ഈ മുളകിൻ്റെ ഇതായിട്ട് ചുമക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. ഇനിയും വലിച്ചു നീട്ടിയിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. ഇനിയും പണികൾ ധാരാളം ഉണ്ട്. എനിക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലല്ലോ, ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ പണികളൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളായിട്ട് നിങ്ങളെ മുന്നിൽ വരാം. അതിന് വലിയ നല്ല വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരികയാണ്. എനിക്ക് അറിയുന്നത് പോലെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നേ ഉള്ളൂ. വലിയ എന്താ പറയുക, വലിയ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് അത്രേ അറിയുള്ളൂ, അറിയുന്നത് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ലൈക്കും ഹൈപ്പും സബ്ബും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്ബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ വിശേഷമായിട്ട് നിങ്ങളെ മുന്നിൽ വരാം. സമയമുള്ളപ്പോഴൊക്കെ വരാം. അയ്യോ, ചുമ മാറുന്നില്ല. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ലൈവ് വരും. എനിക്ക് കഴിഞ്ഞിട്ട് ഒരു 11:45 മണിക്കാണ് എൻ്റെ ലൈവ്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യാം, ഓർത്ത് വെച്ച് ഒന്ന് ആ ലൈവിനും കൂടെ വരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.